ക്രിയേറ്റിംഗ് ആൻ അറേ ഫിൽഡ് വിത്ത് വൺസ്. ഇപ്പം നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അറേസിൽ എല്ലാ വാല്യൂസും 1 ആയിരിക്കും. വെദർ ഇറ്റ് ബി 1 ഡയമെൻഷണൽ ഓർ 2 ഡയമെൻഷണൽ, ഏത് ഡയമെൻഷൻ ആണെങ്കിലും അതിനകത്ത് എല്ലാ വാല്യൂസും 1 ആയിട്ടുള്ള അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ നംപൈയിലെ വൺസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അറയ്ക്കകത്തെ എല്ലാ വാല്യൂസും 1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് കാണാം. numpy ഡോട്ട് വൺസ് ഓഫ് ഷേപ്പ് കോമ ഡേറ്റ ടൈപ്പ്. ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഡയമെൻഷൻ അറയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്, അതിൻ്റെ ഷേപ്പ്. ഇനി 1 ഡയമെൻഷണൽ ആണെങ്കിൽ ആ 1 ഡയമെൻഷണൽ അറയിൽ എത്ര നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. 2 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ അതിനകത്ത് എത്ര റോസും എത്ര കോളംസും ഉണ്ടെന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എക്സാമ്പിൾ കാണാം. ഇവിടെ നോക്കി, ഇമ്പോർട്ട് numpy as np. നംപൈനെ np എന്ന് പറയുന്ന അലിയാസ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി arr എന്ന് പറയുന്നതാണ് നമ്മുടെ അറേയുടെ പേര്. അതിൻ്റെ എല്ലാ വാല്യൂസും 1s ആയിരിക്കണം. അതുകൊണ്ട് np ഡോട്ട് വൺസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് 5 എലിമെൻറ്റ്സ് വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്കൊരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. arr2 is equal to np ഡോട്ട് വൺസ് ഓഫ് 3,4. അതായത് 3 റോസും 4 കോളംസുമുള്ള അറേയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇതിൻ്റെ മീനിങ്. അതിന് ആ ഡേറ്റാസ് എല്ലാം ഇൻറ്റ് ആയിട്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഇപ്പോൾ 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തില്ല. ദാറ്റ് മീൻസ് അത് ഫ്ലോട്ട് ആയിട്ടായിരിക്കും ആ വൺസ് എല്ലാം ഡിസ്പ്ലേ ആവുന്നത്. ഇനി arr2 എന്ന് പറയുന്ന അറേയിൽ ഒരു 2 ഡയമെൻഷണൽ അറേയാണ്. 3 റോസും 4 കോളംസുമുള്ള 2 ഡയമെൻഷണൽ അറേ. അതിനകത്തെ ഡേറ്റാസ് എല്ലാം ഇൻറ്റിജർ ആയിട്ടായിരിക്കും സ്റ്റോർഡ് ആവുന്നത്. ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. എൻ്റെ പൈത്തൺ ഫയലിലേക്ക് ഞാൻ numpy ഇമ്പോർട്ട് ചെയ്യുവാണ്. numpy as np arr1 equal to np dot ones of 5 എലിമെൻറ്റ്സ് ഉള്ള ഒരു 1 ഡയമെൻഷണൽ അറേയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഫ്ലോട്ട് ടൈപ്പ് ആയാലും എനിക്ക് കുഴപ്പമില്ല. പ്രിൻറ്റ് ഓഫ് arr1. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇതൊന്ന് സേവ് ചെയ്യണം. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്തു. ഇവിടെ നോക്കി, ഞാൻ ഏത് ടൈപ്പാണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലോട്ട് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഒരു 2 ഡയമെൻഷൻ അറേ ക്രിയേറ്റ് ചെയ്യാം. arr2 ഈക്വൽ ടു np ഡോട്ട് വൺസ് ഓഫ് അറേയുടെ ഷേപ്പ് 2,3. 2 റോസും 3 കോളംസും ഉള്ള ഒരു അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ആ ഡേറ്റ 2 റോസും 3 കോളംസും ഉള്ള അറേയിൽ എല്ലാ വാല്യൂസും 1 ആയിരിക്കണം. അത് ഇൻറ്റിജറായിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇൻറ്റ് എന്ന് കൊടുത്തത്. ഇനി നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്യിക്കാം. പ്രിൻറ്റ് ഓഫ് arr2. ഇവിടെ നോക്കി, 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ആയി. ഇതിനകത്ത് ഡെസിമൽ പോയിൻറ്റ്സ് ഒന്നുമില്ലാതെ ഇൻറ്റിജറായിട്ടാണ് സ്റ്റോർഡായി വന്നിരിക്കുന്നത്. അപ്പം വൺസ് അറേ ഫിൽഡ് വിത്ത് വൺസ്, അങ്ങനെ ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൺസ് ഓഫ് ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യണത് ഷേപ്പും ഡേറ്റ ടൈപ്പുമാണ്. ഷേപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ഡയമെൻഷൻ ഓഫ് അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. 1 ഡയമെൻഷണൽ അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണ് ആ 1 ഡയമെൻഷണൽ അറേയിൽ ഉണ്ടാവേണ്ടതെന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി 2 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ എത്ര നമ്പർ ഓഫ് റോസ് എത്ര നമ്പർ ഓഫ് കോളംസ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി ഫ്ലോട്ട് അല്ലാതെ ഏതെങ്കിലും ഒരു ടൈപ്പിലേക്ക് നമ്മുടെ ഡേറ്റ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡേറ്റ ടൈപ്പും കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. താങ്ക് യു.